ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഈശ്വരന് പക്ഷപാതമുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഈ ലോകത്ത് ചിലർ നല്ല ആരോഗ്യവാന്മാർ, മറ്റു ചിലർ രോഗികൾ, ചിലർ ദരിദ്രർ, മറ്റു ചിലർ ധനികർ, ചിലർ സൗന്ദര്യമുള്ളവർ, വേറെ ചിലർ വിരൂപർ. ഈ അസമത്വത്തിന് ഈശ്വരനെ കുറ്റം പറയാനാവില്ല. കുറ്റം നമ്മുടേത് തന്നെ. നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായാൽ ഫലവും ഉത്തമമായിരിക്കും. പണ്ട് നമ്മൾ അശ്രദ്ധയോടെ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് പ്രാരബ്ധ ദുഃഖമായി ഇന്ന് അനുഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ജനിതക വിത്തുകളും കൃത്രിമ വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതിലൂടെ വിളവ് പണ്ടത്തെക്കാളും 10 ഇരട്ടിയായി. എന്നാൽ ധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണം തീരെ കുറഞ്ഞു. മാത്രമല്ല, അവ കഴിക്കുന്നവരുടെ ശരീരത്തിൽ അല്പാൽപമായി വിഷാംശവും കടക്കുന്നു. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നവരും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും രോഗികളായിത്തീരുന്നു. മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഇതിന് കാരണം. അതിന് ഈശ്വരനെ പഴി പറയാനാവില്ല. അതുപോലെ ഇന്ന് ചിലർക്ക് ജീവിതം ബുദ്ധിമുട്ടായിട്ടും മറ്റു ചിലർക്ക് സുഖകരമായിട്ടും അനുഭവപ്പെടുന്നുവെങ്കിൽ അത് അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മുടെ ഇന്നത്തെ ഉയർച്ച ഇന്നലെ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമാണ്. അത് നാളെയും നിലനിൽക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നല്ലത് ചെയ്യണം. അല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. ഒരാൾ അയാളുടെ കർമ്മഫലം കൊണ്ട് കഷ്ടത അനുഭവിക്കുമ്പോൾ അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ധർമ്മമാണ്. ദുരിതം അനുഭവിക്കുന്നവരോട് ഇന്ന് നമ്മൾ കരുണ കാട്ടിയാൽ നാളെ നമുക്ക് ആ ഗതി വരാതെയിരിക്കും. കുഴിയിൽ വീണവനെ കരകയറാൻ സഹായിക്കുന്നതിലൂടെ നാളത്തെ നമ്മുടെ വീഴ്ച ഒഴിവാക്കാം. പ്രാരബ്ധ ദുഃഖങ്ങൾ ഒരു വിധത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. കാരണം ഈശ്വരനെ ഓർക്കാൻ അവ സഹായിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈശ്വരനെ സ്മരിക്കാത്തവർ പോലും ദുഃഖം വരുമ്പോൾ ഈശ്വരനെ വിളിക്കുന്നു. അതിലൂടെ അവർക്ക് ആശ്വാസവും ലഭിക്കുന്നു. സുഖമായിരിക്കുമ്പോഴും ഈശ്വരനെ നന്ദിപൂർവ്വം സ്മരിക്കുവാൻ നമ്മൾ ശീലിക്കണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.